പണ്ടൊക്കെ ടീനേജ് കുട്ടികളിൽ കണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ വളരെ ഏർലി തന്നെ പേരൻറ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മറിയം. ഞാൻ അസ്തം. ഞങ്ങളിവിടെ ഞങ്ങളുടെ പേരന്റിംഗ് ജേർണി ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഗോ ഹെഡ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുട്ടികൾക്ക് പേരൻസിനോടുള്ള പുച്ഛം. ഡിസ്റെസ്പെക്ട്. അങ്ങനെയും മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ ഓക്കെ. ഈ ഒരു പുച്ഛം എന്ന് പറയുന്നത് കുട്ടികൾ പല പേരൻസും അതൊരു പണ്ട് അല്ലെങ്കിൽ ഒരു ടീനേജ് ഏജിൽ കുട്ടികൾ കാണിക്കുന്നതിനപ്പുറം ഇന്ന് അതിലും മുമ്പ് തന്നെ കുട്ടികൾക്ക് പേരൻസിനോട് പ്രത്യേകിച്ചും ആ, അവ എന്താ പറയുക അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ തങ്ങളുടെ പേരൻസ് അത്ര പോരാ എന്ന് പറയുന്നൊരു ഫീലിലേക്ക് കുട്ടികൾ വരുന്ന ഒരു സാഹചര്യം, അതിൻ്റെ റിയാക്ഷൻസ്, അതിൻ്റെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ കടന്നു വരുന്നുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിലയില്ലാതെ നമ്മളെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് നമുക്കും തോന്നുന്നു. കുട്ടികളൊരു വിലയില്ലായ്മ അവരുടെ എക്സ്പ്രഷൻസിലാണെങ്കിലും നമ്മൾ പറയുന്ന സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതിപ്പോൾ പണ്ട് ടീനേജ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ഏർലി, ഞാൻ പറയാം 6 ഇയേഴ്സ് 7 ഇയേഴ്സിൽ തന്നെ പേരൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. എനിക്കിവിടെ ഒരു കൺട്രോളും ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കുട്ടികളുടെ പെരുമാറ്റം. മറിയം, അത് തുടങ്ങുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു രസമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ഏർലി സ്റ്റേജിൽ അതൊരു പിന്നെ ഒരു ആളുകളുടെയൊക്കെ വെച്ച് മുന്നിൽ വെച്ച് പെരുമാറുമ്പോഴായിരിക്കും പേരൻസിന് അതങ്ങനെ ആ രൂപത്തിൽ ശ്രദ്ധിക്കുക ആക്ച്വലി. അത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റീസൺ ആണ് ഇപ്പോൾ റസ്തം പറഞ്ഞത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് അത് വരുമ്പോൾ അവർക്ക് എവിടേക്കോ ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നു അല്ലേ. ഇപ്പോൾ വളരെ ചെറുതിലേ അവർ തമാശയ്ക്ക് തുടങ്ങുന്നതായിരിക്കും. പക്ഷേ ചുറ്റുമുള്ളവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോഴും അവരുടെ ഒരു റിയാക്ഷൻ കാണുമ്പോഴും നമ്മൾ തമാശയായിട്ട് എടുത്ത് കുട്ടീനെ കളിയാക്കിയൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊക്കെ ഒരു മോട്ടിവേഷനാണ്. അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടും. അപ്പം ആ ഒരു പക്ഷെ അതൊരു ജസ്റ്റ് ഒരു തമാശയിൽ നിന്ന് തുടങ്ങുന്നതിനപ്പുറം, കാരണം കുട്ടിയെ ഇപ്പോൾ പേരൻറ്റിനെ കളിയാക്കണ്ട, അല്ലെങ്കിൽ ഒരു തമാശിക്കണ്ട, അല്ലെങ്കിൽ ഒരു 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 ഫണ്ണാക്കണ്ട ഒരു കാര്യം, ഒരു പുച്ഛം എന്ന് പറയുന്ന ഒരു ഭാവമാണ് അല്ലെങ്കിൽ പെരുമാറ്റമാണ് എന്നുള്ളതൊരു തമാശയിൽ ഉത്ഭവിക്കുന്നതല്ല യഥാർത്ഥത്തിൽ. അവിടെയാണ് അതിനൊരു കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ ഒന്ന് പേരൻറ്റോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റോ ആണ് കുട്ടിക്ക് വരുന്നത്. അല്ല, കുട്ടി അവർ ജനിച്ച് വീണ് അവർ ഇമ്മിണിയും ഉള്ളപ്പോൾ അവരുടെ മുന്നിലൊരു എന്താ പറയുക വലിയൊരാളായി നിന്ന് കാണുന്നതാണ് കുട്ടി അമ്മയും അച്ഛനെയും. അത് അമ്മയും അച്ഛൻ്റെയും ഓരോ പെരുമാറ്റങ്ങളെയും ഓരോ പ്രവൃത്തികളെയും വളരെ ആകാംക്ഷയോടുകൂടി കാണുന്നവരാണ്. അവരോട് സംശയങ്ങൾ ചോദിക്കുന്നതാണ്. ഇപ്പം ചെറുതിലായിരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കോളൂ, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വിടാണ്ട് നമ്മളോട് സംശയം ചോദിച്ചിരിക്കും. അതായത് അത്രയ്ക്ക് അവർ നമ്മളെ ലുക്കപ്പ് ടു യു എന്ന് പറയുന്ന സ്റ്റേറ്റിലാണുള്ളത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇപ്പോൾ കുട്ടികളിൽ നിന്ന് ഒരു ഇന്റൻഷനലി ഒരു ഡിസ്റെസ്പെക്ട് വന്നില്ലെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ളവർ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കുട്ടി കഴിക്കാതിരിക്കുമ്പോൾ ഇവന് അമ്മ കൊടുത്താൽ ഇവൻ കഴിക്കത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ, പിന്നെ അതുപോലെ അച്ഛൻ പറഞ്ഞാൽ ഇവൻ കേൾക്കത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് അനുസരിക്കാതിരിക്കുന്നതായിരിക്കും, പക്ഷെ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനെ ആ ഒരു സ്വഭാവം പിന്നെ വളർന്ന് ഓരോ സ്റ്റേജിൽ പല രീതിയിലുള്ള ഡിസ്റെസ്പെക്റ്റും പുച്ഛമായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആളുകൾ ഓരോന്നും വകവെച്ച് കൊടുക്കുന്നത്, ഓരോന്നും ആളുകൾ കുട്ടിക്ക് ഇന്നതാണ്, അത് അവൻ്റെ നേച്ചറാണ്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ തന്നെ കുടുംബപരമായി തന്നെ ഇങ്ങനെയാണ്. ഇത് മനുഷ്യർ അവർക്ക് ചുറ്റുമുള്ളതിനെ കുറ്റം കണ്ടെത്താൻ, അതായത് അവനവൻ്റെ പ്രശ്നത്തിന് ചുറ്റുമുള്ളവരെ കുറ്റം കണ്ടെത്താൻ, അത് ചിലപ്പം ആ നാട്ടുകാരെല്ലാം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുടുംബക്കാരൊക്കെ ഇങ്ങനെയാണ്, അവൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ഒരു DNA ജനറ്റിക്സിനെയോ കുറ്റം പറയുക, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ആൾ വളർന്നു വന്നത്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇങ്ങനെയൊക്കെയുള്ള തനിക്ക് ചുറ്റും തൻ്റേതല്ലാത്ത റീസണുകളാണ് താൻ മോശമായത് എന്നുള്ളതിന് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നത്. അതെ, അപ്പൊ അങ്ങനെ പറയുന്നതും എല്ലാം ഒരു എൻവയൺമെന്റ് അവർക്ക് ഈ ഒരു സ്വഭാവം അവരിൽ വളർത്തിക്കൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഡിസ്റെസ്പെക്റ്റിന്റെ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പേരൻസ് നമ്മളെ തന്നെ തരം താഴ്ത്തി കുട്ടികളോട് സംസാരിക്കുക. അതിന് ഒരു ഉദാഹരണം പറയുമോ? അതായത് ഒരുപാട് ഉദാഹരണങ്ങൾ, അതായത് പ്രത്യേകിച്ചും പേരൻസ് പ്രത്യേകിച്ച് അത് കാണുന്നത് മദേഴ്സിനാണ്. എനിക്കൊന്നും ഫാദേഴ്സിന് കുറച്ചും കൂടി ഈഗോ ഉള്ളത്. മദേഴ്സ് എന്താ ചെയ്താൽ മദേഴ്സിലും വർക്കിംഗ് അല്ലാത്ത മദേഴ്സിന് ഈ ഒരു ഹാബിറ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ വർക്കിംഗ് മദേഴ്സിന് ഇല്ല എന്നല്ല. ഇപ്പൊ റീസെന്റ് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു കേസിലും ആ മദർ ഷീസ് എ ഡോക്ടർ,
പക്ഷെ എന്നാലും സ്ഥിരമായി അവരിൽ നിന്ന് ഇങ്ങനത്തെ സെന്റൻസസ് വരുന്നുണ്ട്. Yeah. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോഴൊക്കെ, "അയ്യോ! അത് അമ്മയ്ക്ക് അറിയില്ല ട്ടോ. അമ്മയ്ക്ക് ഇതൊന്നും അറിയാത്ത കാര്യാ." കാര്യമാണ്. ഒരു ചെറിയ മൊബൈലിന് എന്താ പറയാ, ഒരു മൊബൈലിന്റെ ഒരു സെറ്റിംഗ് മാറ്റുന്നതിനെ പറ്റി മേ ബി ഷീ മേ നോട്ട് നോ. പക്ഷെ അതിനെ അവതരിപ്പിക്കുന്ന എന്താണ് ഭയങ്കര അതൊന്നും അറിയുന്ന ആളല്ല ഞാൻ എന്നുള്ള രൂപത്തിലാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തെ മുഴുവൻ പഠിച്ച് അവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള അവസ്ഥയാണ്. എനിക്ക് വേറൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസിലും നമ്മുടെ വന്നൊരു പേരന്റ് ഒരു മദർ ഒരു ആർക്കിടെക്റ്റ് ആണ്. പക്ഷെ കുട്ടിക്ക് എന്തുണ്ടെങ്കിലും കുട്ടി എന്ത് ചെയ്യില്ല, മദറിനോടല്ല പറയുക. കാരണം എന്താ വെച്ചാൽ മദറിനോട് ആ അമ്മയ്ക്ക് അത് അറിയില്ല എന്നുള്ള രൂപത്തിലാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. ആക്ച്വലി നമുക്കത് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു റൂട്ട് കോസുകളും കൂടെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താലാണ് അതെ. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക, ഏതാണ് നിങ്ങളുടെ പ്രശ്നം, അതെങ്ങനെയാ പരിഹരിക്കാൻ നമുക്ക് തീരുമാനിക്കും. അപ്പൊ സ്വയം നമ്മളെ തന്നെ താഴ്ത്തി പറയുന്നത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതൊരു അപ്പൊ അതില് വിനയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു വിനയമല്ല. അതെ, പലരും അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. അത് കുട്ടീനെ ഒരു ഹംബിൾനെസ് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എനിക്കത് അറിയില്ല എന്ന് പറയുന്നത് എന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നമുക്കറിയാത്ത കാര്യം കുട്ടീനോട് അറിയില്ല എന്ന് തന്നെ നമ്മൾ പറയണം. പക്ഷെ നമ്മൾ ആ പറയുന്ന ഒരു രീതി ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഇപ്പൊ ഞാൻ പറയാം, "അയ്യോ! ഉമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല ട്ടോ" എന്ന് പറയുന്നതും "അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്ക് രണ്ടാൾക്കും കൂടെ അത് നോക്കിയാലോ? ഞാനിതുവരെ അത് നോക്കിയിട്ടില്ല" എന്നുള്ള രീതിയിൽ പറയുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ആണ്. ഉം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത വിമൻ അവരോടിപ്പോൾ കുട്ടീനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാത്തതെന്നല്ല ഞാൻ പറയുന്നത്, ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത വിമൻ വർക്ക് പലരും ചെയ്യുന്ന അതിന്റെ അർത്ഥം വർക്ക് ചെയ്യുന്ന സ്ത്രീകളും അവരുടെ അക്കൗണ്ടിലെ വരുന്ന പൈസ കൃത്യമായി വന്ന അന്ന് തന്നെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് റിലീജിയസ്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന വലിയൊരു ജനതയുണ്ട്. എൻ്റെ ഒരു അമ്മായി തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ആണെങ്കിൽ അതൊരു അതൊരു എന്താ പറയാ, അതിനെയാണ് ഇനി ഞാൻ ഒന്നും വിളിക്കണില്ല, പറയണില്ല. പക്ഷേ സ്റ്റിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് വേ ആക്ച്വലി ടു ഡീൽ വിത്ത് തിങ്സ്. അപ്പം അതുകൊണ്ടാണ് എന്നിട്ട് ഓരോ 50 രൂപ 100 രൂപ വീതം ഹസ്ബൻഡിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അവരടുത്ത ദിവസം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം. ഒരു നോട്ട് അറ്റ് ഓൾ അത് അവരുടെ സ്വത്താണ്, അവരുടെ സമ്പത്താണത്. അവരുടെ ഒരു ഇഷ്ടക്കേടിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരാൾ അയാളൊരു പാർട്ട്ണർ ആണ് എന്നുള്ളത് കൊണ്ട് അവരെ ഫോഴ്സ് ചെയ്ത് വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ. അതൊരു ഫിസിക്കൽ ഫോഴ്സ് ഒന്നും അല്ല, ഇറ്റ്സ് എ മെന്റൽ ടോർച്ചറിങ്. അതെ. അപ്പോൾ വർക്ക് ചെയ്യുന്നതായാലും അല്ലെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത മദേഴ്സിൻ്റെ അടുത്ത് കുട്ടികൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയും, "അയ്യോ! അമ്മേൻ്റെ പൈസയൊന്നും ഇല്ലാട്ടോ" എന്നുള്ള രീതിയിൽ പറയും. "അമ്മയ്ക്കിത് വാങ്ങിച്ചു തരാൻ പറ്റില്ല." ചിലപ്പോൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതായിരിക്കും. കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇവർക്കും താല്പര്യം ഇല്ലാത്തതായിരിക്കാം. എന്നാൽ ചിലപ്പോൾ അങ്ങനെയല്ല. ശരിക്കും വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കഴിയാത്തതുകൊണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ രണ്ടാണ് റീസൺ എങ്കിലും നമ്മൾ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വില കുട്ടിയുടെ ഫ്രണ്ടിൽ താഴുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വ്യത്യാസമായിട്ട് ഞാനിപ്പോൾ ഈ മന്തിലെ ഒരു ബജറ്റിൽ ഞാനിത് കൺസിഡർ ചെയ്തിട്ടില്ല. ഞാനൊന്ന് അച്ഛനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോൾവ് ആവുന്ന ഒരു പ്രോബ്ലമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക. അപ്പൊ നമ്മളത് ആലോചിച്ചില്ല. അപ്പൊ നിങ്ങൾക്കും അവിടെ ഒരു വോയിസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ പിന്നെ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ കേസ് അല്ലാതെ തന്നെ ഒരുപാട് പേരൻസിന് ഓൾറെഡി അവർക്ക് മദേഴ്സിന് തന്നെ വലിയൊരു എന്താ പറയുക, ഫിനാൻഷ്യൽ പവർ ഉള്ളവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ടാണ് അവർ കുട്ടിയെടുത്ത് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മദറിന് ഒരു കാര്യത്തിൽ തീരുമാനിക്കാനുള്ള ഒരു കഴിവില്ലാത്ത, എല്ലാ കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്യണം, ഒരു 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 ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു സെൻസാണ് കിട്ടുന്നത്. ഇത് ശരിക്കും മദർ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഫ്രീഡം ഇല്ലാഞ്ഞിട്ടല്ല, കുട്ടിയെടുത്ത് അവർക്ക് പറയാനുള്ള ഏറ്റവും എളുപ്പമുള്ള എക്സ്ക്യൂസ് ആയിട്ടാണ് പറയുന്നത്. ഒരു പക്ഷെ നോ പറഞ്ഞൊരു ഇഷ്യൂലേക്ക് കടക്കുന്നതിന് പകരം ഏറ്റവും ഈസി ആയിട്ടൊരു നോ പറയാനുള്ള ഒരു മാർഗ്ഗമാണ്. നിങ്ങൾ നോ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നോ പറയേണ്ട ഒരു കേസിൽ നിങ്ങളത് നല്ല രൂപത്തിൽ അത് നോ പറഞ്ഞാൽ, അത് ഈ മന്തിൽ നമ്മുടെ ചെലവുകൾ അത് വരുന്നതല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനമാണത്. അപ്പം ആ തീരുമാനം എടുക്കാനുള്ള ഒരു പവർ ഉള്ള ഒരാളായി തന്നെ നിങ്ങളെ അത് കാണുന്നതാണ്. പിന്നെ ഇത് പിന്നെ നമ്മളെ തന്നെ താഴ്ത്തി പറയുന്നതിന് മറ്റൊരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് സ്വയം നമ്മളെ വാല്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സ്റ്റേജിലും നമ്മളിങ്ങനെ പറയുമല്ലോ, യെസ് യെസ് എനിക്കതൊന്നും അറിയില്ല, എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, ഞാൻ ആ ഒരു തീരുമാനം എടുക്കാനുള്ള ആളല്ല എന്നൊക്കെ നമ്മൾ പല രീതിയിൽ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക, നമ്മുടെ ഒരു സെൽഫിനെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുക. കാര്യം കുറവുകളും കുറവുകളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. അപ്പോൾ നമുക്കുമുണ്ട് കുറവുകൾ. പക്ഷെ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുക. പതുക്കെ ആ ആക്സെപ്റ്റൻസിൻ്റെ ഭാഗമാണ് അടുത്ത് നമ്മൾ എന്താണ് നമ്മുടെ കുറവുകളെ ടാക്കിൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരലും അതിനൊരു സ്റ്റെപ്പ് എടുക്കലും ഒക്കെ. അപ്പോൾ ആ ഒരു സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ
അതൊക്കെ. അതൊക്കെ ചെയ്യാം. സംടൈംസ് അത് ചിലപ്പം ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഓവർകം ചെയ്യലായിരിക്കും. ചിലപ്പോൾ അവരൊരു കുട്ടിക്കാലത്ത് ആ ഫാദറിനോ മദറിനോ ആ രൂപത്തിലുള്ള ഒരു വെൽക്കമിങ്ങോ ആ രൂപത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോ അവരുടെ ഫാമിലിയിൽ നിന്നോ പേരൻസിൽ നിന്നോ കിട്ടിയതായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അടിച്ചമർത്തി വളർത്തിക്കൊണ്ട് വന്നൊരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ സെൽഫ് വർത്തിനെ ഒരുപാട് എഫക്ട് ചെയ്യും. ATM. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കുട്ടികളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ആബ്സെൻസ് ഓഫ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഷുഡ് സി എ സ്പെഷ്യലിസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ദേ ഷുഡ് ആക്ച്വലി ഗോ ത്രൂ തെറാപ്പീസ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് വിൽ ബ്രിങ് യു ബാക്ക്. അപ്പം അവിടെ അവിടെ ഇത് റീഗെയിൻസ് യുവർ എബിലിറ്റി. അതെ. നമ്മളതിങ്ങനെ അങ്ങനെയുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ട്രോമാസും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസും കൊണ്ട് നടക്കുന്നതിനപ്പുറം അതിന് ഇന്നൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇന്ന് ഭയങ്കര അക്സസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇന്ന് നാട്ടിലുള്ളിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിക്കേണ്ടതാണ് ആക്ച്വലി. എന്നിട്ട് അതിന് കാരണം പറയില്ല, എന്നെ ഇങ്ങനെ വളർത്തിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അത് പലർക്കും ഒരു കാരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DNA എന്ന് പറഞ്ഞ പോലെ വേറൊരു കാര്യമാണ്, എന്നെ വളർത്തിയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അല്ല, വളർത്തിയത് അങ്ങനെ ആവാം, അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷെ അങ്ങനെ തുടരാൻ അത് നിങ്ങൾക്കൊരു കാരണമല്ല. ദർ ആർ ലോട്ട്സ് ഓഫ് വേ ഫോർ സൊല്യൂഷൻസ് ഇൻ ദിസ്. ഒരുപാട്, അതായത് തെറാപ്പീസ്, ഇപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ പോലുള്ള തെറാപ്പീസ് ആക്ച്വലി വിൽ ഹെൽപ്പ് യു. അങ്ങനെ ഒരുപാട് ആളുകളെ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ക്രിങ്കിൾ പേരൻറ്റിങ്ങിൻ്റെ സപ്പോർട്ട് എടുക്കാൻ എത്തുന്ന പേരൻസ് ആണെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻസ് എടുക്കുന്നവർ ഇപ്പോൾ ചില ആസ്പെക്ട്സിൽ അവർക്ക് കുട്ടികളെ ശരിയായ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു തടസ്സമാവുന്നത് അവരുടെ സ്വയം സെൽഫിൽ അവർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേരൻസിൻ്റെ സെൽഫിൽ വർക്ക് ചെയ്ത് അവരുടെ സെൽഫ് വർത്ത് കൂട്ടി, കോൺഫിഡൻസ് ലെവൽ കൂട്ടി, അതിനുശേഷം നമുക്ക് പേരൻറ്റിങ്ങിലേക്ക് തന്നെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇഫ് യു കോൺസ്റ്റൻ്റ്ലി നമ്മളെ തന്നെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി. അപ്പോൾ അവിടെ ഇപ്പം അങ്ങനെ തെറാപ്പിയിലൂടെ ഇപ്പോൾ ക്രിങ്കി തന്നെ നമുക്കുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അങ്ങനെ തെറാപ്പിയിലൂടെ കടന്നുപോയി അത് ഓവർകം ചെയ്ത് വളരെ സക്സസ്ഫുൾ പേരൻസും സക്സസ്ഫുൾ ഒരു ഹ്യൂമൻ ബീയിങ്ങുമായ ഒരുപാട് പേര്, എന്താ പറയുക, നമ്മുടെ ഒരു വളരെ ഷോർട്ട് ടൈമിൽ ഹാപ്പൻ ചെയ്തു. ഭയങ്കര മലമറിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും എൻഡ് ചെയ്യാത്ത ഒന്നും അല്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ആക്ച്വലി ഇൻ എ ഷോർട്ട് ഒരു പീരീഡ് ഓഫ് ടൈം. ചെറിയൊരു ഹെൽപ്പ്, ശരിയായ രീതിയിലുള്ള ഒരു ഹെൽപ്പാണ് ഇതിനൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? കുട്ടിയുടെ എൻവയൺമെൻറ്റ് തന്നെ കുട്ടിയിൽ ആ ഒരു ഡിസ്റെസ്പെക്റ്റ് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. സെക്കൻഡ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മളെ തന്നെ താഴ്ത്തി കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്